നഗരത്തിന് ആഘോഷരാവുകൾ സമ്മാനിച്ച മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് തിരശ്ശീല വീണു. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈമയിലുണ്ടായ വാഹനാപകടത്തിൽ 3 ഇന്ത്യക്കാർ മരണപ്പെട്ടു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒരു മാസത്തിലേറെ കാലം നഗരത്തിന് സുന്ദര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് മസ്കറ്റിലെ വിവിധ വേദികളിലായി അരങ്ങേറിയ മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് ഇന്നലെ തിരശ്ശീല വീണു. സാംസ്കാരികം, വിനോദം, സാഹസികത എന്നിവയിലൂന്നി 41 ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിവലിൽ 1.7 ദശലക്ഷം ആളുകളാണ് സന്ദർശകരായി എത്തിയത്. ഇതൊരു ചരിത്ര സംഭവമാണെന്നും ഇത്രയും ആളുകളെ ആകർഷിക്കുവാൻ സാധിച്ചത് റെക്കോർഡാണെന്നും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി പറഞ്ഞു. 7 സ്ഥലങ്ങളിലായി പരിപാടികൾ നടത്തുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു. എന്നാൽ ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ഉൾപ്പെടുന്ന തയ്യാറെടുപ്പ് സമിതിക്ക് ഇതിനെ മറികടക്കുവാൻ സാധിച്ചു. ഇതിന് ഞങ്ങൾ നന്ദി പറയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാപന ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ വേദികളിലേക്ക് ഒഴുകിയെത്തിയത്. ഫെസ്റ്റിവലിലെ സുന്ദര മുഹൂർത്തങ്ങൾ അവസാനമായി ഒരു വട്ടം കൂടി കാണാനായി കുട്ടികളും സ്ത്രീകളും ഒഴുകിയതോടെ നല്ല തിരക്കാണ് അവസാന ദിവസങ്ങളിൽ ഇന്നലെ വേദികളിൽ അനുഭവപ്പെട്ടത്. വാരാന്ത്യ ദിനങ്ങളിലാണ് മസ്കറ്റ് നൈറ്റ് ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഒരാളെ ദാഖിലിയ ഗവർണറേറ്റിൽ നിന്നും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമായ രീതിയിൽ ഡ്രൈവിംഗ് നടത്തുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രൈവറെ പിടികൂടിയത്. റോഡ് ഉപയോഗിക്കുന്നവരെ അപകടത്തിലാക്കുകയും പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇയാൾ വാഹനം ഓടിച്ചിരുന്നത് എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനിലെ ഹൈമയിലുണ്ടായ വാഹനാപകടത്തിൽ 3 ഇന്ത്യക്കാർ മരണപ്പെട്ടു. 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. UP സ്വദേശികളായ കമലേഷ് ബെർജ, ഹെമ റാണി, ഇഷാൻ ദേശ്ബന്ധു എന്നിവരാണ് മരിച്ചത്. മനോജ്, ഇദ്ദേഹത്തിന്റെ മകൾ ദിഷ, റാം മോഹൻ, ഇദ്ദേഹത്തിന്റെ മകൾ പ്രിയങ്ക, മരിച്ച കമലേഷിന്റെ മാതാവ് രാധാറാണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ നിസാര പരിക്കുമായി മനോജ്, മോഹൻ എന്നിവർ ഹൈമ ആശുപത്രിയിലും ഗുരുതരമായ പരിക്കേറ്റ മറ്റുള്ളവർ നിസ്വ ആശുപത്രിയിലുമാണ് കഴിയുന്നത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ഒമാൻ കാണാനെത്തിയ സംഘം സലാലയിൽ നിന്ന് മസ്കറ്റിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന പജീറോ മുന്നിലുള്ള ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മസ്കറ്റ് KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ 1ാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച കണ്ണൂർ പോരിശ 2025 ജനപങ്കാളിത്തം കൊണ്ടും സംഘാടന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. നടാടെയാണ് ഒമാനിൽ കണ്ണൂർ ജില്ലക്കാരുടെ ഇത്തരമൊരു ആഘോഷ പരിപാടി നടന്നത്. നിസാം കണ്ണൂർ ഫാമിലി ബാൻഡ് ഇശൽ വിരുന്ന്, നിസ്വ KMCC ടീം അവതരിപ്പിച്ച ഒപ്പന, കോൽക്കളി, സഹം KMCC ടീം അവതരിപ്പിച്ച കലാവിരുന്ന്, മത്ര KMCC ടീം അവതരിപ്പിച്ച മുട്ടിപ്പാട്ട് എന്നിവ ആഘോഷരാവിന് കൊഴുപ്പേകി. രുചിയേറും കണ്ണൂർ പലഹാരങ്ങൾ കൊണ്ട് ഒരുക്കിയ പുയ്യാപ്ല തട്ടുകട, മണ്ഡലം തല വടംവലി മത്സരം എന്നിവ കാണികളിൽ ആവേശമുണർത്തി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. മസ്കറ്റ് KMCC കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VAV അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ വിശിഷ്ടാതിഥിയായിരുന്നു. പ്രവാസി വെൽഫെയർ സലാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷവും കലാസന്ധ്യയും സംഘടിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല പ്രസിഡന്റ് രാകേഷ് കുമാർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ K സനാതനൻ, ഇന്ത്യൻ സ്കൂൾ സലാല മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ദേശഭക്തി ഗാനങ്ങളും ഡാൻസുകളും കോർത്തിണക്കിയ കലാപരിപാടികൾ ആഘോഷ പരിപാടികൾക്ക് മിഴിവേക്കി. വ്യത്യസ്ത മേഖലകളിൽ സുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ച സലാലയിലെ പ്രവാസി വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ പ്രവാസി ഐക്കൺ ഓഫ് സലാല അവാർഡുകൾ നൽകി ആദരിച്ചു. വഹീദ് ചേന്നമംഗലൂർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.